നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വയനാട് പൂക്കോട് വെറ്റിനറി കോളേജിൽ സിദ്ധാർത്ഥ് എന്ന വിദ്യാർത്ഥി അതിക്രൂരമായി കൊല ചെയ്യപ്പെട്ട സംഭവത്തിൽ വൈസ് ചാൻസലർ ശശീന്ദ്രനാഥിനെ സസ്പെൻഡ് ചെയ്തത് ഉൾപ്പെടെ ചാൻസലർ കൂടിയായ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സ്വീകരിച്ച നടപടികളെ മനസ്സാക്ഷിയുള്ള ഓരോ മലയാളിയും ശരിവെക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. പൈശാചികമായ സംഭവത്തിൻ്റെ നടുക്കം വിട്ടുമാറാതെ കഴിയുന്ന ഓരോ മനുഷ്യനും ഇങ്ങനെയൊരു നടപടിക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. പൂക്കോട് ക്യാമ്പസിൽ എന്തൊക്കെയാണ് നടന്നതെന്നറിയാൻ ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിക്ക് ഗവർണർ കത്തെഴുതുകയും ചെയ്തിരിക്കുന്നു. കേരള വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസ് യൂണിവേഴ്സിറ്റി ആക്ട് പ്രകാരം ഹൈക്കോടതി സിറ്റിംഗ് ജഡ്ജിയോ സുപ്രീം കോടതി ജഡ്ജിയോ ആണ് അന്വേഷിക്കേണ്ടതെന്നും ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. മണ്ണുത്തി സർവകലാശാല VC-യെ സസ്പെൻഡ് ചെയ്തതിന് പുറമെ അവിടുത്തെ റിട്ടയർഡ് പ്രൊഫസർ ഡോക്ടർ PC ശശീന്ദ്രന് VC-യുടെ അധിക ചുമതല നൽകിയതും മണിക്കൂറുകൾക്കകം ചുമതലയേറ്റതും സ്വാഗതാർഹമായ നടപടിയാണ്. സംസ്ഥാന സർക്കാരിൻ്റെയും സർവകലാശാലയുടെയും അനങ്ങപ്പാറ നയത്തിനെതിരെ ഗവർണർ യുദ്ധകാല അടിസ്ഥാനത്തിൽ നടപടിയെടുത്തതോടെ പ്രതിക്കൂട്ടിലായ വകുപ്പ് മന്ത്രി ചിഞ്ചുറാണി ചില കാര്യങ്ങൾ ചെയ്തെന്ന് വരുത്തിയിരിക്കുന്നു. വിദ്യാർത്ഥിയുടെ മരണം ബന്ധപ്പെട്ടവരെ സമയബന്ധിതമായി അറിയിക്കാതിരുന്ന കോളേജ് ഡീനിനെ മാറ്റി നിർത്താൻ നിർദ്ദേശം നൽകിയിരിക്കുകയാണത്രേ. ഇതേ മന്ത്രി പക്ഷേ VC-യെ സസ്പെൻഡ് ചെയ്ത ഗവർണറുടെ നടപടി അംഗീകരിക്കാത്തതിൽ നിന്ന് ആത്മാർത്ഥതയില്ലായ്മ വ്യക്തമാകുന്നുണ്ട്. വളരെ ഗുരുതരമായ വീഴ്ചകളാണ് വെറ്റിനറി സർവകലാശാല VC-യുടെ ഭാഗത്തു നിന്നുണ്ടായതെന്ന് വ്യക്തമാണ്. സിദ്ധാർത്ഥ് എന്ന വിദ്യാർത്ഥി മരിക്കുമ്പോൾ പൂക്കോട് ക്യാമ്പസിൽ ഉണ്ടായിരുന്ന VC അതിനെക്കുറിച്ച് യാതൊന്നും അന്വേഷിക്കാൻ തയ്യാറായില്ലെന്നത് അങ്ങേയറ്റം മനുഷ്യത്വരഹിതമാണ്. 3 ദിവസമാണ് VC ഈ ക്യാമ്പസിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ വിദ്യാർത്ഥിയുടെ മരണത്തെക്കുറിച്ച് അറിഞ്ഞിരുന്നു എന്ന് ഉറപ്പാണ്. എന്നിട്ടാണ് തിരിഞ്ഞു നോക്കാതിരുന്നത്. ആൾക്കൂട്ട വിചാരണയിൽ കൊല ചെയ്യപ്പെട്ട വിദ്യാർത്ഥിയുടെ ജഡം സുൽത്താൻ ബത്തേരി താലൂക്ക് ആശുപത്രിയുടെ മോർച്ചറിയിൽ കിടക്കുമ്പോൾ മാനേജ്മെൻറ്റ് കൗൺസിൽ തെരഞ്ഞെടുപ്പിന് വോട്ട് പിടിക്കാൻ നടക്കുകയായിരുന്നു അത്രേ ഈ VC. ഇതിനുവേണ്ടി 100-ലധികം അധ്യാപകരുടെ അഭിമുഖം നടത്തിയ ശേഷം സ്ഥലം വിട്ട VC പിന്നീട് പൂക്കോട്ടേക്ക് വന്നതുമില്ല. മനുഷ്യത്വം തൊട്ടു തീണ്ടാത്ത നടപടിയാണിതെന്ന് പ്രത്യേകം പറയേണ്ടതില്ല. ഗവർണർ അച്ചടക്ക നടപടി എടുത്തപ്പോൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് സ്വയം ന്യായീകരിക്കാനും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുമാണ് VC ശ്രമിച്ചത്. ഡീനിനെയും മറ്റും താൻ സസ്പെൻഡ് ചെയ്യാനിരിക്കെയാണ് തനിക്കെതിരെ ഗവർണർ നടപടിയെടുത്തതത്രേ. രാഷ്ട്രീയ യജമാനന്മാരുടെ നിർദ്ദേശപ്രകാരം 2 ആഴ്ചയോളം യാതൊരു നടപടിയും സ്വീകരിക്കാതിരുന്നയാളാണ് ഇങ്ങനെ പരാതിയുമായി രംഗത്തെത്തിയത്. ഗവർണർക്കെതിരെ ഇത്തരമൊരു നിലപാടെടുത്താൽ സർക്കാരിൻ്റെ പിന്തുണ തനിക്ക് ലഭിക്കുമെന്നതാകാം ഈ മുൻ VC-യുടെ മനസ്സിലിരിപ്പ്. അത്യന്തം പൈശാചികമായ കൊലപാതകമാണ് പൂക്കോട് ക്യാമ്പസിൽ നടന്നതെന്ന് ഇത് സംബന്ധിച്ച് പുറത്തു വരുന്ന വിവരങ്ങൾ ആവർത്തിച്ച് സ്ഥിരീകരിക്കുകയാണ്. കൊലയാളികൾ മുഴുവൻ CPM-ൻ്റെ സംഘടനയായ SFI-യിൽപ്പെട്ടവരാണ്. രാഷ്ട്രീയ സമ്മർദ്ദത്തിൻ്റെ ഫലമായി പോലീസ് ആദ്യം പ്രതികളെ കണ്ടെത്തി പിടികൂടാൻ ആത്മാർത്ഥമായ യാതൊരു ശ്രമവും നടത്തിയില്ല. ഒടുവിൽ ജനങ്ങളിൽ നിന്ന് കടുത്ത പ്രതിഷേധം ഉയരാൻ തുടങ്ങിയതോടെയാണ് പോലീസ് ചലിച്ചത്. അപ്പോഴും കൊടും ക്രൂരത കാണിച്ച പ്രതികൾക്ക് ജാമ്യം ലഭിക്കുന്ന തരത്തിലുള്ള വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്.